നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയുന്നത്. അത് 2010 ജ്യോതിഷ സംബന്ധമായിട്ട് എന്നെ പുറമേ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് നാസിക്കിൽ നിന്ന് വയലാർ രവിയുടെ സഹോദരൻ്റെ മകള് ആണ് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. കലാദേവി. അപ്പോൾ അവർ നാസിക്കിൽ നിന്നാണ് വിളിക്കുന്നത്. അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ലാൻഡ് ലൈനിൽ കമ്പ്യൂട്ടറിന് ഞാൻ മറ്റേ വെബ് ക്യാമറയൊക്കെ വെച്ചിട്ടാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ട് ഒരു ജോൽസിനെ സംബന്ധിച്ച് അവർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അവർ മഹാരാഷ്ട്ര കിടക്കണോ, അവരെൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് അറിയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നക്ഷത്രം അവർ പറഞ്ഞു. ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു അവരോട്. 15 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റായപ്പോൾ അവർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യോതിഷത്തിൽ അങ്ങനെ അകലെയുന്ന ഒരാൾ വിളിച്ചു ചോദിച്ച പ്രശ്നം വയ്ക്കാണ്ട് അതൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിളിച്ച സമയം എന്ന് പറഞ്ഞാൽ പ്രശ്നം വയ്ക്കാൻ പറ്റിയ സമയത്തല്ല, മറ്റൊരു സമയത്താണ് നിങ്ങൾ വിളിച്ചത്. ഇപ്പോൾ രാത്രി ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം അവർക്ക് അത് കൊണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, അത് ജോത്സരെ 9 മാസമായി കിടപ്പാണ്. കാലും കൈയും എല്ലാം ഒടിഞ്ഞ് ഭയങ്കരമായ ആക്സിഡൻ്റാണ്, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, കട്ടിലുമ കിടപ്പാണ്. എന്നിട്ട് പിന്നെ ഒരു ദിവസം പ്രശ്നം വെച്ച് അതിൻ്റെ പരിഹാര കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി അവരോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് അവർ അവരുടെ നാട്ടിൽ വന്ന് അവർ എല്ലാ വഴിപാടൊക്കെ ചെയ്തിട്ടൊക്കെ പോയി. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പ്രശ്നം വയ്ക്കാതെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അതാ നമ്മൾ ഉപാസന സ്വീകരിച്ചതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെയാണ്. ഉപാസനാ മന്ത്രം ചെറുതൊന്നുമല്ല. ശരിക്കും നമ്മൾ അത് സത്യമായിട്ട് കൊണ്ടു നടന്നാൽ ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും നമുക്കത് ഒരു 10 മിനിറ്റ് നേരം തന്നാൽ നമുക്ക് സത്യമായിട്ട് അതിൻ്റെ ഫലങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് ആര് വേണമെങ്കിലും വിളിച്ചാലും ഒരു ദുരിതം, ഒരു ബുദ്ധിമുട്ട് അവർ പറയട്ടെ. അപ്പോൾ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് വ്യക്തമായ അവരുടെ കാരണം പറയണം. ഇന്നതാണ് ദുഃഖം, ഇന്നതാണ് വിഷമം, മനസ്സിൻ്റെ വിഷമം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കുഴപ്പമാണോ, ബാത്റൂം ഇരിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, അടുക്കള ഇരിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, വേസ്റ്റ് ടാങ്കിൻ്റെ കുഴപ്പമാണോ, അത് പരദേവതയുടെ പ്രശ്നമാണോ, സർപ്പത്തിൻ്റെ വിഷയമാണോ എന്ന് മാത്രമല്ല, ഏത് കാര്യമുണ്ടെങ്കിലും ഒരു താൽക്കാലികമായിട്ട് അവർ പ്രശ്നം വയ്ക്കാതെ തന്നെ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഒരു 80% കാര്യം ഞാൻ പറയാം. അത് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ പറയും. ഇപ്പം അതിന് അത്രയും ഇതുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ മതി, പ്രശ്നം വയ്ക്കേണ്ട, അല്ലാതെ തന്നെ പറയും. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനിത് ഇന്നലെയും അല്ല, കുറേ കാലങ്ങളായി ഇതിങ്ങനെ. നേരത്തെ ഞാനിത് ഇപ്പം നമ്മളതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇരിക്കണമല്ലോ. ഒരാൾ വിളിച്ചിട്ട് നമ്മൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അത് ഇപ്പം ആരോടും പറയണില്ല. നിങ്ങളുടെ വീട് ഇന്ന ദിശയിലേക്കാണ് ഇരിക്കുന്നത്, ഇത്ര മുറിയുണ്ട്, ഇന്ന മാതിരിയൊക്കെയാണ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയാനല്ല, തെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഇന്ന മാതിരി തെറ്റാണ്, നിങ്ങളുടെ വീടിൻ്റെ ഇതിന് ഇന്നമാതിരി അതിന് സൂത്രഭേദമുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അവിടെ ശ്വാസതടസ്സമുള്ള ഒരാൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ചില വീടിൻ്റെ കണക്കുകൾ അവർ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒരു ക്യാൻസർ പേഷ്യനെ പറ്റി നമുക്ക് സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വരും. അതിനൊക്കെ പറ്റിയ ഓരോ പ്രശ്നങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികളുടെ പ്രായപൂർത്തിയാവണല്ലോ, അപ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടത്തിനായി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വിളിക്കുമ്പോൾ തന്നെ നമുക്കത് പറയാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായമായ അവർക്ക് അതിൻ്റേതായ രീതിയിൽ ആ സമുദായത്തിന് വേണ്ടതായ വഴിപാടുകൾ, ക്രിസ്ത്യാനിയായ അവർക്ക് അതിൻ്റേതായ അവരുടെ രീതിയിലുള്ള വഴിപാടുകൾ, അതിങ്ങനെ അവരുടെ ബൈബിളിലൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ സങ്കീർത്തനങ്ങളിൽ ഒക്കെ പറയുന്നുണ്ട്, ഓരോ ഇതിനും പറയുന്നുണ്ട്, എവിടെ തുടങ്ങണം, എങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
ചൊല്ലാനിപ്പോൾ സങ്കീർത്തനത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് നമ്മളത് അത് എല്ലാ ആൾക്കാരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് ഏറ്റെടുക്കാൻ പാടില്ല. അത് അവർ ആ ചിട്ട ഓരോരുത്തർ ചിട്ടുള്ള അവർ ക്രിസ്ത്യാനിയാണ്, തെളിയിക്കപ്പെട്ടവരാണ് അവർ. അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ 86-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെ വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിസ്സഹായൻ്റെ യാചന എന്ന ഭാഗമുണ്ട്. അത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ആർക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ്, അവർ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇത് ചോദിക്കണേ. അവരുടെ വിഷമങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ തീരും. സാമ്പത്തികമായി തീരേണ്ട പ്രശ്നമാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള വഴിപാട്. നിങ്ങൾക്ക് വലിയ വലിയ ഒരുപാട് ബിസിനസ് ചെയ്യേണ്ട ഒരു ധാരാളിത്തമില്ല, എന്നിട്ട് ഇവിടെ എന്തായാലും പൈസ കിട്ടുള്ള പൈസ നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇന്ന രീതിയിലുള്ള പള്ളികളിൽ, നിങ്ങളുടെ ഇന്ന സ്ഥലത്ത് ഉള്ള പള്ളികളിൽ ഇന്ന രീതിയിലുള്ള വഴിപാട്, വലിയ പൈസ മുടക്കില്ലാത്ത വഴിപാടും ചിലപ്പോൾ ആ പള്ളിയിൽ ചിലപ്പോൾ കുർബാനയും കൂടേണ്ടി വരും. അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ അവർക്ക് ഞാൻ നിർദ്ദേശിക്കപ്പെടാറുണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അവർ പലപ്പോഴും വിളിച്ച് പറയും. എന്തായാലും 1 മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രാവും പകലും പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ബിസിനസ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരും. നന്ദി, നമസ്കാരം.